അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അത് കറന്നു ഉപേക്ഷിക്കുന്നവരുണ്ടത്രേ. അത് ചെയ്യാൻ പാടില്ല. ജനിച്ച ഉടനുള്ള ഈ പാല് നിർബന്ധമായിട്ടും കുട്ടിക്ക് കൊടുക്കണം. അതിലാണ് അവരുടെ പ്രതിരോധ ശേഷി മുഴുവനും കിടക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, പ്രസവിച്ചു കഴിഞ്ഞ് ആദ്യത്തെ 1 മാസക്കാലം ഈ കുഞ്ഞിന്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ മാതാവ് ചെയ്തു കൊടുക്കേണ്ട മറ്റൊരു കർമ്മം എന്താണ്? മാതാവിന്റെ ശരീരത്തോട് ഈ കുഞ്ഞിനെ ചേർത്ത് ചൂട് പകർന്നു കൊടുക്കുക. അത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു മരുന്നാണത്. ചില സ്ത്രീകൾ പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങളെടുത്ത് വന്നിട്ട് ഉപദേശിക്കും, നീ ഇപ്പം തന്നെ ഇങ്ങനെ അടുത്ത് കടുത്ത് ശീലിപ്പിച്ചാലേ പിന്നെ കുട്ടി തൊട്ടില് കിടക്കൂല, അതുകൊണ്ട് തൊട്ടിലിട്ടാളാണ്. അത് ചെയ്യരുത്. പ്രസവിച്ച ആദ്യത്തെ മാസം ഒരു കാരണവശാലും കുട്ടീനെ തൊട്ടിലിടണ്ട. അന്ന് ഉമ്മാന്റെ അടുത്ത് കിടക്കുന്നത്. കോഴികളെ കണ്ടിട്ടില്ല നിങ്ങൾ? കോഴികൾ എന്ത് ചെയ്യും? ഇടക്ക് കുട്ടികളെ വിളിച്ചിട്ട് വലിയ മക്കളെ പറഞ്ഞിട്ട് ചിറകിന്റെ ഉള്ളിലാക്കി ഇങ്ങനെ ചൂട് പകർന്നു കൊടുക്കുന്നുണ്ട്. അതിന് കോയിനെ കണ്ടോലാരുണ്ട്, തിന്നോലല്ലാതെ. പണ്ടുള്ളവരോട് ചോദിച്ചവര് പറഞ്ഞു തരും, പോറ്റണ നാടൻ കോഴികളെ മക്കളെ അടയിൽ ഇരുന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ചിറകിന്റെ ഉള്ളിലാക്കി ഇങ്ങനെ ചൂട് കൊടുക്കണതിനാ പ്രതിരോധ ശേഷി ഉണ്ടാവാൻ. അതുകൊണ്ട് തന്നെ കോഴികൾക്ക് ദീനം വന്നാൽ നമ്മള് ഇതിലൂടെ അങ്ങനെ വിൽക്കാൻ കൊണ്ടുവന്ന ലഗോങ്കോയിന്റെ മക്കളെ വാങ്ങിയിട്ടുണ്ട് ഒരു 10 എണ്ണം. വീട്ടിൽ വിരിഞ്ഞുണ്ടായ 10 എണ്ണം ഉണ്ട്. എന്നാൽ ആദ്യം രോഗം പിടിക്കലതിനാ ലഗോങ്കോയിന്റെ കുട്ടിയൊക്കെ. അതിന് പ്രതിരോധ ശേഷി കുറയും. ഇതങ്ങനല്ല, തള്ളാന്റെ പരിചരണം കിട്ടിയ മക്കളാകുമ്പോൾ അതിന് പ്രതിരോധ ശേഷി കൂടും. നാടൻ കോഴികൾ അത്ര പെട്ടെന്ന് ചാവില്ല. ആയുസും കൂടുതലായിട്ടൊക്കെയാണല്ലോ. 2 കൊല്ലം 3 കൊല്ലം ഒക്കെ നിൽക്കും ഒരു കോഴി. മറ്റതൊക്കെ 40 ദിവസം മുതൽക്ക് അങ്ങോട്ടാ. അപ്പൊ ഈ പ്രതിരോധ ശേഷി കിട്ടണമെങ്കിൽ കുട്ടിയെ ഉമ്മ ശരീരത്തോട് ചേർത്ത് കടത്തണം. അതോടൊപ്പം തന്നെ ആദ്യത്തെ 6 മാസക്കാലം മുലപ്പാലല്ലാത്ത ഒരു ഭക്ഷണവും കുട്ടിക്ക് കൊടുത്തു പോകരുത്. മുലപ്പാല് മാത്രം കൊടുക്കുക. എല്ലാ കുട്ടിക്ക് ആവശ്യമുള്ള പോഷക മൂല്യങ്ങളും മുലപ്പാലിൽ അല്ലാഹു തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهِ مِن بَيْنِ فَرْثٍ وَدَمٍ لَبَنًا خَالِصًا صَائِغًا لِلشَّارِبِينَ. കന്നുകാലികളിൽ നിങ്ങൾക്ക് വലിയ ചിന്താവിഷയമുണ്ട്. അതിന്റെ വയറ്റിലുള്ളതിൽ നിന്നും നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. ഖുർആൻ പറയുകയാണ്, എവിടെ നിന്നാണ് ഈ പാനീയം? നിങ്ങളെ അകിടൊന്ന് പിടിച്ചു വലിക്കുമ്പോഴേക്ക് നിങ്ങളെ പാത്രത്തിലേക്ക് ചുരത്തി തരുന്നത്. മിംബൈനി ഫർസിൻ വദമിൻ, ഒരു ഭാഗത്ത് അമേദ്യമാണ്, കാഷ്ടമാണ്, മറുഭാഗത്ത് രക്തമാണ്. ഒരു പച്ചപ്പുല്ലോ അല്ലെങ്കിൽ വൈക്കോലോ തിന്നുന്ന ഒരു പശു ആമാശയത്തിലെത്തി അത് ദഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് അതാ ദഹിപ്പിച്ചെടുത്തതിൽ നിന്ന് ഒരു ഭാഗം രക്തമായി മാറുന്നു, അതിന്റെ ശരീരത്തിന് സംഭാവന ചെയ്യുന്നു. ആ രക്തത്തിൽ നിന്ന് അതിന്റെ ശരീരത്തിന് ആവശ്യമായ കോശങ്ങളും മറ്റും നിർമ്മിക്കപ്പെടുന്നു. എന്നാൽ അതിന്റെ വേസ്റ്റ് ചാണകമായി കുടലിലേക്ക് മാറ്റുന്നു. ഇത് രണ്ടിന്റെയും ഇടയിൽ നിന്നതാ ലബനൻ ഖാലിസാ, ചാണകത്തിന്റെ ദുർഗന്ധമില്ലാത്ത, ചോരയുടെ നിറമല്ലാത്ത, വളരെ കുടിക്കുന്നവർക്ക് എളുപ്പം കുടിക്കാൻ പറ്റുന്ന പോഷക മൂല്യമുള്ള സമീകൃത ആഹാരം പുറത്തേക്ക് വരുന്നു. യജമാനനായ റബ്ബിന്റെ ഖുദ്റത്തല്ലേ ഇത്? അല്ലാഹു ചോദിക്കുന്നുണ്ട്. ആ മുലപ്പാൽ കുട്ടിയുടെ എല്ലിന് ശക്തി കിട്ടണമെങ്കിൽ മുലപ്പാൽ വേണം. തലച്ചോറിന്റെ വളർച്ച മുലപ്പാലിനെ ആശ്രയിച്ചാണ്. പല്ലിന്റെ കരുത്ത് മുലപ്പാലിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ നിർദ്ദേശം, വൽ വാലിദാതു യുർദിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, പൂർണ്ണമായും 2 കൊല്ലക്കാലം ഉമ്മമാർ അവരെ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കട്ടെ. 2 കൊല്ലം അല്ലാഹു അവധി വെച്ചു. അതാണ് ലിമൻ അറാദ യുതിമ്മ റളാഅ, മുലയൂട്ടൽ പൂർണ്ണമായി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ 2 കൊല്ലം മുല കൊടുക്കണം.
അതാണ് കുട്ടികളുടെ ആരോഗ്യത്തിന്, വളർച്ചക്ക്, എല്ലാറ്റിനും ഏറ്റവും നല്ലത്. നമ്മൾ നല്ല മക്കളാണെന്ന് ആഗ്രഹിക്കേണ്ടത്. അപ്പൊ 2 കൊല്ലം മുലപ്പാൽ. അതിലാ പറഞ്ഞത് ആദ്യത്തെ 6 മാസം ഈ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി. പെണ്ണുങ്ങൾക്ക് സഹിക്കൂല. 3 മാസമാകുമ്പോഴേക്ക് കുട്ടിനെ കാൽമേൽ കടത്തും, പൊടി വരകി മറ്റു പലതും ഉടച്ച് അങ്ങനെ സ്പൂണുകൊണ്ട് കോരി ഇങ്ങനെ തൊള്ളയിൽ കിട്ടു കൊടുക്കുക. പല്ലില്ലാത്തോണ്ട് നല്ല സുഖ, ക്ലോസറ്റ് പാരണമാര് എങ്ങനെ പോയിക്കോളും. അത് കരുതിട്ട് ഇങ്ങനെ കിളുകളോറി കൊടുക്കാൻ. കുട്ടിക്കെങ്ങാനും മലയാളം അറിയെങ്കിൽ അല്ലെ ഭാഷ അറിയെങ്കിൽ ആ കുട്ടി പറയും, ഉമ്മ ഇതൊന്നും കൂടി കൊടുത്തേക്കില്ല, ഇതൊന്നും ഞമ്മളെ പള്ളക്ക് പറ്റൂല. ഇത് പറയാനുള്ള ഭാഷാജ്ഞാനമില്ലാത്തത് കൊണ്ട് കുട്ടി കരയാ. കരിമ്പ പിന്നെ നമുക്ക് എളുപ്പമായി തൊള്ള തുറക്കാനുള്ള, അപ്പൊ പിന്നെയും കോരിയിടാണ്. കുട്ടി സഹിക്കന്നെ. ഈ മൂരിക്ക് മുതിരെടുക്കണായ ചില പെണ്ണുങ്ങൾ തിന്നാൻ കൊടുക്കല്, കുത്തി തിരികന്നെ. ഇതുകൊണ്ടുള്ള അപകടം എന്താണെന്നറിയുമോ? ഈ കുരുന്നുകളുടെ ആമാശയ ഭിത്തിയിൽ നിന്ന് ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എൻസൈമുകൾക്ക് ഇത്ര കട്ടിയുള്ള ആഹാരങ്ങളെ ദഹിപ്പിക്കാൻ കഴിയില്ല. ദഹനക്കേട് സംഭവിച്ചോ സർവ്വരോഗങ്ങൾക്കും അത് കാരണമാകും. നമ്മളെ മക്കളെയുമായി കഫക്കെട്ടിന്റെ പേരിൽ, ശ്വാസം മുട്ടിന്റെ പേരിൽ നമ്മൾ ആശുപത്രിയിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം നേരത്തെ കട്ടിയുള്ള ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയതാണ്. നിങ്ങൾ ആശുപത്രിയിൽ ക്യൂക്കുമ്പോ ആ ചുമരമലും നോക്കി, അവിടെ 8-10 കാര്യങ്ങൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടത് എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് 6 മാസം വരെ മുലപ്പാല് മാത്രം കൊടുക്കുക. ഇതൊരു കൃഷി പോലെ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. നമ്മളൊരു കൃഷി ഇങ്ങനെ കുഴിച്ചിട്ടു, അതിന് വിത്ത് മുളച്ച് അതിന്റെ ഇല പുറത്ത് ചാടി അന്ന് തന്നെ ഫാക്ടംബോസ് 0.15 എന്ന് പറഞ്ഞിട്ട് 1 ലിറ്റർ കൊണ്ടുപോയിട്ടായിട്ട് ഒഴിച്ചു കൊടുത്താലോ പിറ്റേനാട് പോകേണ്ടി വരൂല, അത് ചീഞ്ഞു പോയിട്ടുണ്ട്. ഇതേമാതിരിയാ ഈ കുട്ടിക്ക് ആവശ്യമുള്ള വെള്ളം മുളക് കൊടുക്കാവൂ, അമിതമായി ഈ സമയത്ത് കൊടുക്കാൻ പാടില്ല. 6 മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതര ഭക്ഷണങ്ങൾ നേർപ്പിച്ചു കൊടുക്കാം, വെള്ളാക്കി കൊടുക്കണം, മുറ്റുണ്ടാവില്ല. വായിൽ പല്ല് വരാൻ തുടങ്ങിയാൽ മാത്രം കട്ടിയുള്ള ആഹാരം കൊടുത്തു തുടങ്ങുക. എന്നാലും മുലയൂട്ടൽ 2 കൊല്ലം വരെ നിലനിർത്തണം. അതാണ് കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ച പൂർണ്ണമാവാൻ, എല്ലിന് ശക്തി കിട്ടാൻ, പല്ലിന് നല്ല ഉറപ്പ് ലഭിക്കാൻ. അതുപോലെ ഇപ്പൊ നിങ്ങൾ നോക്കും, 30 വയസ്സാകണ്ട, അതിനു മുമ്പ് തന്നെ പല്ലൊക്കെ കൊഴിഞ്ഞു പോവാണ്. 15-ന്റെയും 20-ന്റെയും ഇടയിൽ പ്രായമുള്ള കുട്ടികളൊക്കെ കൂട്ടിലെ പല്ല് പറിച്ചളഞ്ഞിട്ടുണ്ട്. എന്തിനാ പറിച്ചളയുന്നത്? ഉറപ്പില്ല പല്ലുകൾക്ക്, പെട്ടെന്ന് കേടുവരുന്നു. കാരണം അന്വേഷിച്ചാൽ എന്തായിരിക്കും? മുല കിട്ടിയിട്ടുണ്ടാവല്ലോ മര്യാദ. ഒരു കാരണം വെറുതെ ഒന്ന് തടഞ്ഞു വീണപ്പോഴേക്ക് കയ്യിന്റെ എല്ല് പൊട്ടി, ഉറപ്പ് കുറഞ്ഞതാണ്, മുലപ്പാലിന്റെ കുറവാണ്. എന്തുകൊണ്ട് നമ്മളെ മക്കൾ പഠനത്തിൽ പിന്നാക്കം പോകുന്നു? സ്കൂളിൽ കുട്ടികൾ വരാറുണ്ട്, LKG-ലല്ലേ, പിന്നെ അതിനെങ്ങനെ പരിശോധിക്കൊന്നുമില്ല, ഐക്യ പരിശോധിച്ചിട്ടൊന്നല്ല ഇപ്പൊ നമ്മളെ സ്കൂളൊന്നും കുട്ടികളെടുക്കുക. കുറച്ചാട് കഴിയുമ്പോ എന്താവും? ഇവനിങ്ങനെ പഠനത്തിലൊരു പിന്നോക്കാവസ്ഥ. ഇത് അറിഞ്ഞ് ഉമ്മാനെ വിളിച്ചു വരുത്തി ചോദിച്ചു പോകും, ഇവന് നടക്കാൻ തുടങ്ങിയപ്പോഴാ? അത് 2 വയസ്സ് കഴിഞ്ഞാണ്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങള് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു, നമ്മളെ ചലനത്തെ ഒക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്, വിസാറത്തു തഹറുക്ക്, ചലനം നിയന്ത്രിക്കുന്ന നരമ്പുകൾ. ആ നരമ്പുകളൊക്കെ യഥാസമയത്ത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ വളർച്ച പൂർത്തിയാവണം. മുലപ്പാല് കിട്ടിയത് കുറഞ്ഞാൽ ചലനം നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തിന്റെ പ്രവർത്തനം വൈകും. അതാണ് സാധാരണ നടക്കേണ്ട പ്രായമായിട്ട് കുട്ടി നടക്കാതിരിക്കാൻ ഒരു കാരണം. അതിനി ആ കുട്ടിന്റെ തലച്ചോറ് വയ്യിലായതുകൊണ്ടാണ്. ഇത് അങ്ങോളം ഈ കുട്ടിന്റെ ആരോഗ്യത്തെ, പഠനത്തെ, ബുദ്ധിശക്തിയെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കും. അതിനാൽ മുലപ്പാല് എന്ന് പറയുന്നത് കുട്ടിയുടെ അവകാശമാണ്, മാതാവിന്റെ ബാധ്യതയാണ്. ലോകാരോഗ്യ സംഘടന വർഷത്തിൽ ഒരാഴ്ചക്കാലം മുലയൂട്ടൽ വാരാചരണം നടത്തുന്നുണ്ട്. നാഷണൽ ഹൈവേയിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. മുലപ്പാൽ കുഞ്ഞിന്റെ അവകാശം, അമ്മയുടെ ബാധ്യത. ഇത് നമ്മൾ മറക്കരുത്. അള്ളാഹുവിന്റെ ഖുർആൻ 1500ഓളം വർഷങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്.
അപ്പൊ കുട്ടികൾക്ക് ആരോഗ്യമുണ്ടാവാൻ മുലപ്പാലാണ് ഏറ്റവും വലിയ വിഭവം. പല്ല് വരാൻ തുടങ്ങിയാൽ പിന്നെ പല്ല് തേച്ചു കൊടുക്കണം ചെറുപ്പത്തിൽ തന്നെ. പ്രത്യേകിച്ച് പാൽ കുടിക്കുന്ന സമയത്ത് പല്ല് പതുക്കെ നമ്മൾ കൈകൊണ്ട് തേച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നേരത്തെ വലിയ ഒരല്ലാത്ത മുണ്ടുകൊണ്ട് ശീല കൊണ്ട് പല്ല് തുടച്ചു കൊടുക്കണം. പല കുട്ടികളും ഒരു 3 വയസ്സ് 4 വയസ്സാകുമ്പോഴേക്ക് പുഴിപ്പല്ല് വരിക. ഇത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കും, ഭക്ഷണത്തെ ബാധിക്കും. പല്ല് വേദനിച്ചാ അവര് ഭക്ഷണം വിഴുങ്ങുക ചെയ്യുക, ദഹനത്തിന് അപകടം ഉണ്ടാവും. കുട്ടിക്കാലം മുതൽ തന്നെ ഇവർ രോഗിയായി മാറും. കുട്ടികളുടെ പല്ലിന്റെ കാര്യത്തിൽ പല്ല് വരാൻ തുടങ്ങുമ്പോഴേക്ക് ശ്രദ്ധ പതിപ്പിക്കണം. അതിന് കേടുവരാൻ സമ്മതിക്കരുത്. ഇങ്ങനെ 2 വയസ്സുവരെ മുലപ്പാല് നൽകി നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഈ കുട്ടികളെ വളർത്തുക. 2 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നു. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ ബാല്യകാലം എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ ബാല്യകാലത്തെ 3 ഘട്ടങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലം ആദ്യ ബാല്യമെന്നും 6 മുതൽ 9 അല്ലെങ്കിൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ മധ്യബാല്യമെന്നും തുടർന്ന് 12 വയസ്സ് വരെയുള്ള ഘട്ടത്തെ അന്ത്യബാല്യമെന്നും പറയും. ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികസനവും വളർച്ചയും എങ്ങനെയാണെന്ന് ഉമ്മ അറിയണം, വാപ്പ അറിയണം. അതിനനുസരിച്ച പരിചരണം മക്കൾക്ക് കൊടുക്കണം. മക്കളെ പോയിട്ട് നൂൽ പഠിക്കേണ്ടതാണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ നഴ്സറി ഘട്ടം എന്നും കൂടി പറയും. അതുവരെ ഉമ്മാന്റെ ഒക്കത്തും അടിത്തട്ടിലും വീട്ടിന്റെ അകത്തളങ്ങളിലുമായി ഉല്ലസിച്ച് നടന്ന കുട്ടി 3 വയസ്സാകുന്നതോടെ മുറ്റത്തേക്കിറങ്ങി അവൻ തുമ്പികളോട് പാറ്റകളോട് കിന്നരിക്കുകയാണ്, പുഷ്പങ്ങളോട് സംവദിക്കുകയാണ്. അങ്ങനെ അവൻ പുറം ലോകവുമായി ഇങ്ങനെ സൗഹൃദപ്പെടാൻ ശ്രമിക്കുന്ന പ്രായം. അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് ഔദ്യോഗിക വിദ്യാഭ്യാസം തന്നെ ഈ പ്രായത്തിൽ തുടങ്ങാം. 3 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ LKG ചേർക്കണ പ്രായം. പണ്ടൊക്കെ 6 വയസ്സാവുമ്പോഴാണ് ഔദ്യോഗിക വിദ്യാഭ്യാസം തുടങ്ങുന്നത്. ഇപ്പൊ ഇതന്നെ ഔദ്യോഗികമായി. നമ്മൾ ആദ്യം നഴ്സറി വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടീനെ സജ്ജീകരിക്കാന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ അവിടെ നിന്നൊക്കെ പോയി. ഇതിന് പ്രത്യേക സിലബസും പുസ്തകങ്ങളും ഒക്കെ നമ്മൾ കണ്ടു നോക്കിയാല് 1-ാം ക്ലാസ്സിനേക്കാൾ ബുക്ക് LKG വേണം. അപ്പൊ ഈ കുട്ടികൾക്ക് എന്താണ് നഴ്സറി ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? 1, കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ച 90% പൂർത്തിയാകുന്നത് നഴ്സറി പ്രായത്തിലാണ്. അപ്പൊ ഒരു 3 വയസ്സിന്റെയും 6 വയസ്സിന്റെയും ഇടയില് ഇനി തലച്ചോറ് ഒരു 10% കൂടി വളരാൻ ബാക്കി ഉണ്ടാവുള്ളൂ. 90% ഈ പ്രായത്തിൽ വളർന്നു വരും. അത് ക്രമാനുഗതം വളരുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ? തലച്ചോറ് വളർന്നാൽ അതിനനുസൃതമായ പെരുമാറ്റം കുട്ടികളിൽ നിന്ന് കാണും. അതിൽ പ്രധാനപ്പെട്ടത് എന്താണ്? തലച്ചോറ് വളരുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി കാണുന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. പൊരയിൽ ഉമ്മക്കും ബാപ്പക്കും കൂടപ്പിറപ്പുകൾക്കും സ്വൈര്യം കിട്ടൂല. എന്ത് കണ്ടാലും അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ, നമുക്ക് ദേഷ്യം വരും. പക്ഷേ ബുദ്ധിയുള്ള ആളുകൾ സന്തോഷിക്കും. എന്താ സന്തോഷിക്ക? എന്റെ കുട്ടീന്റെ തലച്ചോറ് വളരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്.